ASM മിഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കുകയാണ്. അതിന് ഇതുപോലെയുള്ള നല്ല വിളഞ്ഞ ഒരു തണ്ണിമത്തൻ കൊണ്ടുവരിക. എന്നിട്ട് ഇതുപോലെ മുറിക്കുക. ചെറിയ കത്തി ഉപയോഗിച്ചിട്ട് കത്തി താഴ്ത്തി വേണം മുറിക്കാൻ. അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ കോണ് തിരിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല ഫ്ലവറിൻ്റെ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ എന്ത് ഭംഗി! ഇത് നല്ല വിളഞ്ഞ ഒരു ഐറ്റമാണ്. ഇതൊന്നും തണ്ണിമത്തൻ നമ്മൾ എടുക്കുക. ഇതിനകത്തുനിന്ന് അതിൻ്റെ മാംസളമായ ഭാഗം നമ്മൾ ഒരു കരണ്ടി ഉപയോഗിച്ച് എടുക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുക. കണ്ട ബോൾഡ് ഷേപ്പിലെടുത്തിട്ട് നമ്മൾ ഇതിനെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുക. നമ്മൾ മാറ്റുക. അപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ ബോളുകൾ എടുത്ത് ഇങ്ങനെ വയ്ക്കുക, അടുക്കി വയ്ക്കുക. കണ്ടോ നല്ല ഭംഗിയായി. നമ്മളിങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനെ കഴിക്കുന്നതും നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ ഗ്ലാസ്സിലെടുത്ത് വെച്ചിട്ട് ഒരു കരണ്ടി കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ ജാറിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. വലിയൊരു ജാർ എടുത്തിട്ട് നമ്മളെ വീട്ടിലേക്ക് കാണുമല്ലോ, ഇതുപോലെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ തണ്ണിമത്തൻ്റെ ഈ മാംസളമായ ഭാഗം നമ്മളെടുത്തിടുക. കണ്ടോ നല്ല മധുരമുള്ളതാണ്. കാരണം ഇത് നല്ലവണ്ണം പഴുത്തിട്ടുണ്ട്. അതാണ് ഈ കളർ വന്നിട്ടുള്ളത്, റെഡ് കളർ വന്നിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഇതുപോലെ ഈ ജാറിനകത്താക്കി നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം പ്രസ് ചെയ്യണം. കാരണം ഈ തണ്ണിമത്തനിലുള്ള ആ വെള്ളം ഇങ്ങനെ മുകളിൽ വരത്തക്ക രീതിയിൽ നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ ഇതിൽ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കൂടുതൽ നമുക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്യാം. നമ്മൾ അല്പം ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം മധുരം അല്ലെങ്കിൽ സ്വീറ്റ് അല്പം കുറയുകയാണെങ്കിലോ നമുക്ക് കുറച്ച് സ്വീറ്റ് കൂടെ ആഡ് ചെയ്ത് 2 കരണ്ടി പഞ്ചസാര കൂടെ അതിൻ്റെ കൂട്ടത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ജ്യൂസറൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ കരണ്ടി വെച്ച് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. കണ്ടോ ഇങ്ങനെ കലക്കി വരുമ്പോൾ ഇതുപോലെ രണ്ടും കൂടെ മിക്സായി ഒരു പരുവത്തിനിരിക്കുകയാണ്. ഇനി അല്പം തണുപ്പും കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാൻ അതിന് അല്പം ഐസ് വാട്ടർ കൂടെ അങ്ങോട്ട് അല്ല ഐസ് വാട്ടറും കൂടെ അങ്ങോട്ട് ഒഴിക്കുക. അപ്പോൾ കുറേ കൂടെ ഡൈലൂട്ടായി കിട്ടും. അതായത് നമുക്ക് നല്ലവണ്ണം കുടിക്കാൻ പറ്റും. മാത്രമല്ല ചെറിയ തണുപ്പും കുടിക്കുന്ന സമയത്തിന് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ കറക്കാണ് ഇതിൻ്റെ പ്രാധാന്യം. നല്ലവണ്ണം കറക്കി യോജിപ്പിക്കുക. അതിനുശേഷം ചെറിയൊരു ഗ്ലാസ്സിലോട്ട് നമുക്കിതിനെ മാറ്റാം. കുടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്ലാസ്സിലോട്ട് മാറ്റി ഇനി കൊച്ചു കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കി. അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി കുടിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മധുരമുണ്ട്, പിന്നെ ചെറിയ തണുപ്പുണ്ട്, പിന്നെ നല്ല കളറുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. മാത്രമല്ല നാച്ചുറലാണ്. എന്തായാലും ഞാൻ ഒന്ന് കുടിച്ചു നോക്കാം. ഇത്രയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒന്ന് കുടിച്ചു നോക്കാം. നല്ല തണുപ്പ്. ഈ ചൂട് സമയത്ത് ഇതങ്ങോട്ട് കുടിച്ചപ്പോൾ നല്ല തണുപ്പ്. അപ്പോൾ 2 കലക്കൂടെ കലക്കി ഒന്ന് കുടിക്കാം. ആഹാ നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല തണുപ്പുമുണ്ട്. ഇങ്ങനെയും കുടിക്കാം കേട്ടോ. കാരണം ഇങ്ങനെ കൂടുതൽ കുടിക്കാം നമുക്ക്. നമ്മൾ നല്ല ചൂടിൽ നിന്ന് വരുന്ന സമയത്ത് ഇതുപോലെ കുടിക്കണം. ഇങ്ങനെ ബാക്കി വരുന്ന തണ്ണിമത്തനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി ഫ്രിഡ്ജ് തുറക്കുക, കുടിക്കുക. ഓക്കെ, താങ്ക് യു.